ഇത് 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും മുട്ടയിടാൻ തുടങ്ങും. അത് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാള്? 2 വർഷം. 2 വർഷക്കാലം. BV 380. BV 380. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജി മണക്കാട് സാറിന്റെ ഫാമിലാണ്. ഫാമിലേക്ക് എത്തുമ്പോൾ ആകർഷകമായിട്ടുള്ള കോഴി, അതോടൊപ്പം തന്നെ കഴുകം ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സാറേ, ഈ കോഴി ഏതിനോ? ഇത് BV 380 എന്ന് പറഞ്ഞൊരു വെറൈറ്റി കോഴിയാണ്. എന്താ ഇതിന്റെ ഒരു മുട്ട കൂടുതലിടുന്ന കോഴി. ഇത് നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ എത്ര നാൾ കൊണ്ട് തന്നെ മുട്ടയിടും? ഇത് 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും മുട്ടയിടാൻ തുടങ്ങും. അത് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാള്? 2 വർഷം. 2 വർഷക്കാലം. BV 380. BV 380. ഇപ്പുറത്ത് കഴുകം അല്ലേ സാറേ? ടർക്കിയാണ് കഴുകം. ടർക്കി കോഴി. ഇതിപ്പോ എന്ത് പ്രായമായതാ? ഇത് 9 മാസം ആയതേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളിന്ന് തൂക്കി നോക്കിയപ്പോഴത്തേക്ക് 9 കിലോ ഉണ്ട്. 9 മാസം കൊണ്ട് 9 കിലോ ഉണ്ടല്ലേ? അത് ശരി. ഇത് എന്താ നമ്മൾ കോഴിക്ക് കൊടുക്കുന്നതിന് പിന്നെ ഇത് അഴിച്ചുവിടുമ്പോ ഇത് ഇവിടെ നല്ല പുല്ലും എല്ലാം തിന്നോളൂ. അങ്ങനെ അഴിച്ചുവിടും അല്ലേ? അഴിച്ചുവിടും, തന്നിരിക്കുന്നില്ല. ഇത് ആരെങ്കിലും ഉപദ്രവിക്കോ? ഇല്ല. ഈ രൂപം കൊണ്ടുള്ള പ്രത്യേകതയാണല്ലേ? തമ്മിക്കൊത്തു കൂടും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അപ്പുറത്ത് കാണുന്നുണ്ട് സാറേ എന്തൊരു? അതും അതന്നെ. ആണോ? വൈറ്റും കളറിടാവുന്നുള്ളൂ. അല്ല, അത് ഇതൊക്കെ മുട്ടയിടുന്നതാണോ? മുട്ടയിടുന്നതാണ്. ഇതെല്ലാം പെടയാണോ? അല്ല, പെടയാണ് 2 എണ്ണം. ഈ 2 എണ്ണം പോകുന്നു. ഓ ശരി. അപ്പൊ ഇത് മുട്ടയുടെ പ്രത്യേകത എന്താ ഇതിന്റെ? മുട്ടയുടെ പ്രത്യേക ഔഷധ ഗുണമുണ്ടെന്നൊക്കെ പറയുന്നു. പിന്നെ കൂടുതലും ഇറച്ചി മറ്റു കോഴി ഇറച്ചിയേക്കാളും ടേസ്റ്റ് ഉള്ള ഇറച്ചിയാണ്. വളരെ സോഫ്റ്റ് ആണ്. ഈവൻ ഇത്ര പ്രായമായെങ്കിലും ആ സോഫ്റ്റ്നെസ് നിൽക്കും. അത് ശരി. നമ്മള് എത്ര നാള് വളർത്തണം? ഇപ്പൊ 9 മാസം. 9 മാസം 9 കിലോ. ശരിക്കും 1 വർഷം വളർത്തിയാൽ മതി. ശരി. അത് ശരി. ശബ്ദവും പ്രത്യേകത. അപ്പൊ ഇത് ദിവസത്തിൽ എല്ലാ ടൈമിലും ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണമെന്നുണ്ടോ? അങ്ങനെ വേണ്ട. നമ്മൾ ഇത് കൊടുക്കുന്നുള്ളൂ, പെല്ലറ്റ് ഫീഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അഴിച്ചുവിടുമ്പോഴത്തേക്ക് ഈ പുല്ലും ഒക്കെ തിന്നോളും. ഉണ്ടല്ലോ. പിന്നെ നമ്മൾ അസോള കൊടുക്കുന്നുണ്ട്. അസോള ഇവിടെ പാത്രത്തിൽ അസോള ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. അസോള നമ്മൾ വളർത്തുന്നുണ്ട്. അസോളക്കുളമുണ്ട്. അപ്പൊ അസോളയും കൂടി കൊടുക്കുന്നുണ്ട് അല്ലേ? എല്ലാത്തിനും അസോള കൊടുക്കും. അത് ശരി. അപ്പൊ അതാണ് ഇതിന്റെ വളർച്ചയുടെ പിന്നെ മറ്റൊരു കാര്യം അല്ലേ? അപ്പൊ BV 180 BV 380 അതോടൊപ്പം തന്നെ ടർക്കി കോഴി ആണ് ഷാജി സാറിന്റെ ഈ ഫാമില് ശ്രദ്ധേയമായിട്ടുള്ളത്.